എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നോ, നമ്മുടെ കേരളം മുഴുവൻ ഇപ്പം എന്താണ് ഒരു വലിയ പ്രളയ ഭീഷണിയിലാണല്ലേ. അപ്പം എൻ്റെ നാട് പാലായാണ് കേട്ടോ. അപ്പോൾ എന്താ പാലായിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു സന്ദർഭം ഉണ്ടായി. ഇത്തിരി ഹോസ്പിറ്റൽ കേസാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കടക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയായി. ഇത്രയും പ്രതീക്ഷിച്ചല്ല കേട്ടോ പോയത്. ദൂരെ അപ്പുറത്ത് എന്താണ് ബൈപ്പാസിൻ്റെ അവിടെ വണ്ടി ഇട്ടേച്ച് അങ്ങോട്ട് കടത്തി വിടണില്ല ടൗണിലോട്ട് ഇട്ടേച്ച് ഞങ്ങൾ വന്നതാണ് കേട്ടോ. ഒന്നറിയാം എങ്ങനെയാണ് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ പല സ്ഥലത്തു നിന്നായിട്ട് വന്നവരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്തോട്ട് ഭരണങ്ങാനം ഭാഗത്തോട്ട് വണ്ടി കടത്തി വിടുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടവർ പേട്ടയ്ക്ക് പോകേണ്ടവരും ഒക്കെ അവിടെ കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പുറത്ത് കുറേ പിള്ളേരൊക്കെ ഇങ്ങനെ, പിള്ളേർക്കൊരു രസമല്ലേ അല്ലേ വെള്ളപ്പൊക്കം കാണുകയും അവർക്കറിയില്ലല്ലോ മറ്റേ കെടുതികൾ കൊണ്ട് എന്താണ് വിഷമം അനുഭവിക്കുന്നവരുടെ കാര്യമൊന്നും അവർക്കറിയില്ല കേട്ടോ. അവർക്ക് വെള്ളം കാണുന്നത് വലിയ ഇഷ്ടമാണ്. മണ്ണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും ഒരു പാലക്കാരിയാണെങ്കിൽ പോലും പാലായിൽ എല്ലാ വർഷവും മഴ ഒരു 3-4 ദിവസം പെയ്താൽ അടുപ്പിച്ച് പെയ്താൽ വെള്ളം പൊങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ പാല. പക്ഷെ ഞാൻ ഇതുവരെയും അത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം പോയ സമയത്ത് അതിൽ നിന്ന് ഇത്തിരി വീഡിയോ ഒക്കെ എടുക്കാം, അത് നിങ്ങളെ ഒന്ന് കാണിക്കാം, അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പഴയ സ്റ്റാൻഡ്, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ കുറച്ച് ഇപ്പറയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ ഒരു മാർഗ്ഗവുമില്ല. അതാണ് പ്രായം ചെന്നവരൊക്കെ ഇങ്ങനെ എവിടെയാണ് പകുതി വഴി വരെ ചെന്നിട്ട് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് പൊങ്ങിയ വെള്ളമാണ് കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് പൊങ്ങിയ സ്ഥലമാണ്. അവിടെയൊക്കെ കുറേ ജൗളിക്കടകളും ഇപ്പോൾ ഓണമൊക്കെ അല്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പം നമ്മുടെ വണ്ടി അങ്ങോട്ട് കുറച്ച് മാറ്റിയാണ് കേട്ടോ ഇട്ടിരിക്കുന്ന. മഴ നന്നായിട്ട് തൂളുന്നുമുണ്ട്. ഇത് പിന്നെ ഞങ്ങളിവിടെ ലാലം തോടുണ്ട്. ആ തോടിൻ്റെ അവിടെ ആയിട്ട് വണ്ടി നിർത്തി കേട്ടോ. എന്നിട്ടൊന്ന് അങ്ങോട്ടൊന്ന് പോയി അവിടെയുള്ള കുറച്ച് കൂടെ വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. തോടാണ് അവിടെ, ലാലം തോട്. അവിടെ അതിൻ്റെ സൈഡിലൊക്കെ കുറേ വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ കലങ്ങി മറിഞ്ഞ് കരയിലോട്ട് അവിടെ അവരുടെയൊക്കെ വീടിൻ്റെയൊക്കെ അങ്ങോട്ട് അവിടെ കുറച്ച് വീടുണ്ട് ആ ഭാഗത്തായിട്ട് അങ്ങോട്ടൊക്കെ കയറിയിട്ടുണ്ട് വെള്ളം. ഇതുണ്ടോ ഇത്. പിന്നെ ഇത്തിരി മുന്നോട്ട് കയറ്റി ബൈപ്പാസിൻ്റെ അവിടെയായിട്ട് വീണ്ടും ഞങ്ങൾ വണ്ടിയൊന്ന് നിർത്തി കേട്ടോ. ഇത് ലാലം തോടാണ് കേട്ടോ. ഇവിടെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്, ലാലം മഹാദേവ ക്ഷേത്രം. അപ്പോൾ എന്താ ദേവസ്വം ബോർഡിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഇതിൻ്റെ വടക്ക് വശത്താണ്. ആ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തൂടെയാണ് ഈ നമ്മുടെ തോടൊഴുകണത്. എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നൊക്കെ കുറേ ചെറിയ ചെറിയ തോടുകളുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെയുള്ള വെള്ളം പതിക്കണത് ഈ തോടിലാണ്. അപ്പോൾ ഇതുകൊണ്ടോ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്.
ചെന്നപ്പം കുറച്ച് വീഡിയോ എടുക്കാം ചെന്ന് പെട്ടുപോയതാണല്ലേ, ഞാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിൻ്റെ ഓപ്പോസിറ്റും കൂടെ ഒന്ന് പോയി കുറച്ച് വീഡിയോയും കൂടി എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് പോവുക കേട്ടോ. ഇതുകൊണ്ടോ ഇവിടെ ഞങ്ങൾ ഈ ബൈപ്പാസിൽ കൂടെ വരുമ്പോഴൊക്കെ കാണാം, ഇവിടെ കുറേ കൃഷികളൊക്കെ കാണാറുണ്ട്. സാധാരണ ആ സൈഡിലായിട്ട് കുറേ വീടുകളുണ്ട്. അവിടെ ഏത്തവാഴ കൃഷിയൊക്കെ ഉണ്ട്, കാണാമായിരുന്നു നേരത്തെയൊക്കെ വരുമ്പോഴേ. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. ഇത് കണ്ടോ വെള്ളത്തിൽ നിൽക്കുകയാണത്. കുഴപ്പമില്ല, പെട്ടെന്ന് വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ അതൊക്കെ അഴുകി പോകില്ലായിരിക്കും കേട്ടോ, പെട്ടെന്ന് വെള്ളം ഇറങ്ങുമായിരിക്കും. പക്ഷേ ഇപ്പോഴും ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഞാനിതിന് ശബ്ദം കൊടുക്കുമ്പം പോലും ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒച്ച മഴയുടെ ആ ഒച്ചയിൽ മുങ്ങിപ്പോവും. അതുപോലെയാണ്. വീണ്ടും ഞങ്ങൾ ചെന്ന് വണ്ടിയുടെ അടുത്ത് എത്തി കേട്ടോ. ഇതിപ്പോൾ എവിടെയാണെന്നറിയാം, നമ്മുടെ പാലായുടെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അവിടെയാണ്. അവിടെയും വെള്ളമാണ്. അങ്ങോട്ട് കൊട്ടാരമറ്റം ഭാഗത്തിന് പോകത്തില്ല. അവിടെയൊക്കെ വെള്ളം നേരത്തെ തൊട്ട് അവിടെയൊക്കെ കയറുന്നതാണ്. അപ്പം വന്നപ്പോൾ ഇതൊക്കെ കുറച്ചൊന്ന് എടുക്കാൻ കാണാം. ഞാനൊരു പാലക്കാരിയാണെങ്കിലും ഒരിക്കലും ഞാനിവിടെ വന്ന് ഇവിടെ ഈ വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല കേട്ടോ. യാദൃശ്യമായിട്ടൊന്ന് വന്ന് പെട്ടുപോയതാണ് ഞാൻ. അപ്പം ഏതായാലും എടുക്കാം, ഒന്ന് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണാം. നമ്മൾ പാലക്കാരനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാവരും കണ്ടതാണ്, അറിഞ്ഞതാണ്, വാർത്തകളിലൂടെയൊക്കെ അറിയുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും സാധാരണ വെള്ളം പൊങ്ങിയാൽ പാലായിൽ വെള്ളം കയറാറുണ്ട്. പക്ഷേ ഇത് യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു ദിവസത്തെ മഴയൊന്നും ഉണ്ടായില്ല. ഒരു 5-6 മണിക്കൂർ നേരത്തെ മഴ കൊണ്ടുണ്ടായതാണ്. അത് നമ്മൾ ഈരാറ്റുപേട്ട പൂഞ്ഞാർ ഭാഗത്ത് പയ്യാനിത്തോട്ടം എന്ന പ്രദേശത്ത് ഉരുൾപൊട്ടിയത് കൊണ്ടുണ്ടായ അതാണ് കേട്ടോ ഇത്രയും പെട്ടെന്ന് ഇവിടെ വെള്ളം കയറുന്നത്. അല്ലെ സാധാരണ വെള്ളം കയറാറുണ്ട്. ഇത് കണ്ടോ, ഇത് പാലാപ്പള്ളി നമ്മുടെ ജൂബിലി പെരുന്നാൾ നടക്കുന്ന പള്ളിയാണ് കേട്ടോ. ഇത് കണ്ടോ. അങ്ങേപ്പുറത്തോട്ട് പോകാം. നമ്മുടെ വലിയ പാലത്തിൻ്റെ അവിടെ ചെന്ന് ഞങ്ങൾക്ക് പോകേണ്ടത് ശരിക്കും വലിയ പാലത്തിൻ്റെ അവിടെ ചെന്ന് അതിലെ കൂടിയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് കേട്ടോ. അപ്പം അവിടെ പോകാൻ നേട്ടം പറഞ്ഞു. അപ്പം മീൻചിലാറിൻ്റെ ആ ഒരു അവസ്ഥയും ഒക്കെ കാണാം. അവിടെയൊക്കെ നല്ല വെള്ളമാണെന്നാണ് ഇവരവിടെ നിന്നവരൊക്കെ പറഞ്ഞത് പോകാൻ. പക്ഷേ അപ്പോഴത്തേനും മഴ നന്നായിട്ട് തൂളലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുടയൊട്ട് എടുത്തിട്ടുമില്ല. അപ്പം അതുകൊണ്ട് പോയില്ല ഞാൻ. പിന്നെ കുറേ നടക്കണം, വണ്ടി അങ്ങോട്ടൊന്നും കടത്തി വിടില്ല. അവിടെ ബ്ലോക്കാണ്, അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത്രയും ഭാഗം മതിയല്ലോ. അങ്ങേപ്പുറത്തോട്ട് മീൻചിലാർ ഞാൻ കാണിച്ചില്ല കേട്ടോ. കണ്ടത് ലാലം തോടാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്നൊക്കെ ഇത് കണ്ടോ, നമ്മുടെ പാലാപ്പള്ളി ജൂബിലി പെരുന്നാളിനെ പറ്റിയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. ഇതുണ്ടോ, വലിയ പള്ളിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ സ്ഥിരം നമ്മൾ ഇവിടുത്തെ സന്ദർശകയായിരുന്നു കേട്ടോ.
അപ്പോൾ എന്താണ് ഇത്തിരി വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ പയ്യെ പോവാണ് കേട്ടോ അങ്ങോട്ട്. നമ്മൾ പറഞ്ഞ കാര്യം, ഞങ്ങൾ വന്ന കാര്യം സാധിച്ചില്ല, പിന്നെ ഇത്തിരി വീഡിയോ എടുത്തു, അത്ര തന്നെ. അപ്പോൾ എന്താണ് ഇത്തിരി നേരം വെള്ളത്തിൽ നിൽക്കുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് കഴിയുന്നവരുടെ കാര്യമൊന്ന് ചിന്തിച്ച് നോക്കും. നമ്മുടെ പേട്ട ഭാഗത്താണെങ്കിൽ ബുദ്ധിമുട്ടുകൾ പല 400 വീടുകൾ വെള്ളത്തിലായി. ഒത്തിരി നാശനഷ്ടങ്ങൾ എല്ലാവർക്കും വന്നു. 3 പേര് 4 പേരൊക്കെ പോയി. പിന്നെ കടകളിലെ കുറേ ഈരാറ്റുപേട്ട കുറേ ജൗളിക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഓണത്തിലേക്കായി കൊണ്ടുവന്ന് സൂക്ഷിച്ച അവരുടെ സാധനങ്ങൾ മുഴുവൻ താഴത്തെ നിലയിലൊക്കെ വെച്ചിരുന്ന അതൊക്കെ നശിച്ചു പോയി. അപ്പോൾ എന്താണ് അങ്ങനെ കേരളം മുഴുവൻ ഇപ്പം ഇറങ്ങലിച്ച് നിൽക്കുവാൻ ആണല്ലേ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതമായിട്ടും ഒക്കെ ഇരിക്കണം കേട്ടോ. ഇതിന് നമുക്ക് ഈ പ്രകൃതിയുടെ ഇതിന് നമുക്ക് തടുക്കാനൊന്നും പറ്റില്ല, സൂക്ഷിക്കാൻ മാത്രം ചെയ്യും. അപ്പോൾ അപ്രതീക്ഷിതമായി ഞാനൊന്ന് ചെന്ന് പെട്ടതാണ്. അപ്പോഴത്തെ കുറച്ച് കാഴ്ചകൾ ഒക്കെ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തത് കേട്ടോ. പിന്നെ വീണ്ടും ഞാൻ ബൈപ്പാസിലോട്ട് വന്ന് നമ്മുടെ വണ്ടി അവിടെയാണ് ഇട്ടിരുന്നത്. കുറേ നേരം നടന്നു കേട്ടോ. അപ്പോൾ മഴ തൂളുന്നുണ്ട്. അപ്പം വണ്ടിയിലോട്ട് കയറാൻ ഏട്ടൻ ധൃതി വെക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.